നമ്മുടെ സൈലന്റ് വാലിയിലെ കാടിനുള്ളിൽ ആധുനിക മാപ്പുകളിലൊന്നും കാണാത്ത ഒരു നിഗൂഢ ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെ അപ്രത്യക്ഷമാകുന്ന ഗ്രാമം എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. കഥ തുടങ്ങുന്നത് 1958-ലാണ്. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും 10 പേരടങ്ങുന്ന സംഘവും ഈ കാടിനുള്ളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ മണികൾ നിർമ്മിച്ചിരിക്കുന്നത് വിചിത്രമായ ഒരു തരം ചില്ലുകൊണ്ടാണ്. ആരും തൊടാതെ തന്നെ ആ മണികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അവിടെയുള്ളവർ സംസാരിക്കുന്നത് 1000 വർഷം പഴക്കമുള്ള മലയാളമാണ്. അതിലും അത്ഭുതം, ആ ഉദ്യോഗസ്ഥൻ പരിചയപ്പെടുന്നതിന് മുൻപേ അവർക്ക് അദ്ദേഹത്തിന്റെ പേരറിയാമായിരുന്നു. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ്. ആ ഗ്രാമത്തിന്റെ നടുവിൽ ഭൂഗുരുത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഒഴുകുന്ന ഒരു ദ്രാവകരസം അദ്ദേഹം കണ്ടുവത്രേ. അതിന്റെ ഒരു സാമ്പിൾ എടുക്കാൻ ശ്രമിച്ചതും ആ പ്രദേശം മുഴുവൻ പെട്ടെന്ന് ഒരു വയലറ്റ് മഞ്ഞുമൂടി അപ്രത്യക്ഷമായി. 3 ദിവസത്തിന് ശേഷം അദ്ദേഹം വനത്തിന് പുറത്തെത്തിയപ്പോൾ കൂടെയുള്ള 10 പേരും കാണാതായിരുന്നു. പക്ഷേ യഥാർത്ഥ നിഗൂഢത അതല്ല. അദ്ദേഹം വെറും 3 ദിവസമാണ് കാടിനുള്ളിൽ ചിലവഴിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ 40 വർഷം കഴിഞ്ഞിരുന്നു. വെറും 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മുടി മുഴുവൻ നരച്ച് വെളുത്തിരുന്നു. ഇന്നും സൈലന്റ് വാലിയിലെ ചില ഭാഗങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുമ്പോൾ പൈലറ്റുമാർക്ക് വിചിത്രമായ സിഗ്നലുകൾ ലഭിക്കാറുണ്ട്. ഇത് വെറുമൊരു കഥയാണോ? അതോ നമ്മുടെ കേരളത്തിലെ കാടുകൾക്കുള്ളിൽ മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇതിന്റെ 2ാം ഭാഗം വേണോ? ആ 10 പേർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ.